അസ്സലാമലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നമ്മുടെ ചിക്കൻ കറിയുടെ അതേ ടേസ്റ്റിലുള്ളൊരു കോളിഫ്ലവർ റോസ്റ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. വളരെ രുചികരവും അതേപോലെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കോളിഫ്ലവർ റോസ്റ്റിൻ്റെ റെസിപ്പിയാണ്. അപ്പം നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കുന്നതിന് മുന്നേ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ ഓൾ കൂടെ പ്രസ് ചെയ്യാനായിട്ട് മറക്കണ്ട കേട്ടോ. പിന്നെ വീഡിയോ ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് റെസിപ്പിയൊക്കെ ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്കൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. അതിനായിട്ട് കോളിഫ്ലവർ ചെറിയ പീസസായിട്ട് കട്ട് ചെയ്തെടുത്ത് നല്ലതുപോലെ കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിൽ ഞാൻ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളം ഒന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ കോളിഫ്ലവറിൻ്റെ പീസസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് 1-2 മിനിറ്റ് ഒന്ന് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഞാനിങ്ങനെയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്തില്ലെങ്കിലും ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിച്ചിട്ട് ആ ഫ്ലെയിം ഓഫാക്കിയിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് അതിലേക്ക് ഈ കോളിഫ്ലവറും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഇളക്കി ഒരു അരമണിക്കൂർ വെച്ചിരുന്നാലും മതി. അപ്പോൾ ഞാനിങ്ങനെ ഒന്ന് തിളപ്പിച്ചതിന് ശേഷം ഊറ്റിയിട്ട് നല്ല വെള്ളത്തിലൊന്ന് കഴുകിയെടുക്കാറാണ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെ ചെയ്താലും കുഴപ്പമില്ല. അതിനുശേഷം ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചേർത്തതിന് ശേഷം കുറച്ച് കടു പൊട്ടിക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 2 സവാളയും 2 പച്ചമുളക് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം. കുറച്ചൊന്ന് വഴന്ന് കഴിയുമ്പോഴത്തേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഇനി നമുക്കിതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി. അപ്പോൾ ഞാനിവിടെ സാദാ മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. കാശ്മീരി മുളക് പൊടിയാണെങ്കിൽ ഒരു 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി ചേർക്കേണ്ടത് 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും അതേപോലെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ലതുപോലെ ആ പച്ച മണമൊക്കെ മാറുന്നത് വരെ ഒന്ന് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ഒരു തക്കാളി അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കണം. തക്കാളി തീരെ അങ്ങ് ചെറുതായിട്ടല്ല അരിഞ്ഞേക്കുന്നത്, ഒരു വലുപ്പത്തിൽ തന്നെയാണ് അരിഞ്ഞേക്കുന്നത്. അപ്പം അതൊന്ന് ചേർത്തിട്ട് ഒരു 1-2 മിനിറ്റ് ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്ക് ഈ കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം. വെള്ളവും ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് ഈ കറി ഒന്ന് നല്ലതുപോലെ തിളച്ച് വരണം. തിളച്ച് വന്നിട്ട് വേണം നമുക്ക് ഇതിലേക്ക് കോളിഫ്ലവർ ഇട്ട് കൊടുക്കാൻ. ഇപ്പോൾ ഇതാ നമ്മുടെ കറി നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ഊറ്റി കഴുകി വെച്ചിരിക്കുന്ന കോളിഫ്ലവറും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ കോളിഫ്ലവറൊക്കെ നല്ലതുപോലെ വെന്ത് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ 1 ടീസ്പൂൺ പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് എടുക്കുകയാണെങ്കിൽ നമുക്ക് എരിയൊക്കെ മുമ്പോട്ട് നിൽപ്പോട്ടുണ്ടെങ്കിൽ ഇച്ചിരി എരി കൂടുതലായിട്ടും എല്ലാം ഉണ്ടെങ്കിൽ അതൊന്ന് ബാലൻസ് ആയിട്ട് കിട്ടും. അപ്പം വേണമെങ്കിൽ 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് ഇളക്കിയെടുക്കാം. അങ്ങനെ നമ്മുടെ അടിപൊളി കോളിഫ്ലവർ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഞാനൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് നമ്മുടെ ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഒരു റോസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. മുതിർന്നവർക്കും കുട്ടികൾക്കൊക്കെ ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി ഒരു കോളിഫ്ലവർ റോസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്യാനും
അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് ഇൻഷാ അല്ലാഹ് മറ്റൊരു നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.